ഹലോ എവരിവൺ, നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നമുക്കറിയാം അല്ലേ, ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് അസറ്റാണല്ലേ. നമ്മുടെ ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതും. ഒരു 10-20 കൊല്ലം മുന്നുണ്ടായിരുന്ന ഗോൾഡിൻ്റെ റേറ്റ് അല്ല ഇപ്പോഴത്തെ റേറ്റ്. എന്തിന്, കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ 2-3 മാസം മുന്നുണ്ടായിരുന്ന ഗോൾഡ് റേറ്റിൻ്റെ എത്രയോ ശതമാനം കൂടിയിട്ടാണ് ഇപ്പോൾ ഗോൾഡ് റേറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. നമുക്ക് എക്കണോമിക് റീസണും അല്ലെങ്കിൽ എന്താ പറയുക, മറ്റ് റിസർവ് ബാങ്കും അതുപോലെ എല്ലാ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്ക് ഒരുപാട് ടൺ കണക്കിന് സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതൊക്കെ ഒരു റീസണാണ്. ഡിമാൻഡ് കൂടിയപ്പോൾ സ്വർണത്തിൻ്റെ പ്രൈസ് കൂടി. ഇനി ഇങ്ങനെ പറക്കുന്ന സ്വർണത്തിനെ, അല്ലെങ്കിൽ ലക്ഷങ്ങളിലേക്ക് ഓടിക്കയറുന്ന സ്വർണത്തിനെ നമുക്കും ഒരു ഭാഗമാകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതും ചെറിയ വിലയ്ക്ക്, ഏകദേശം 100 രൂപ 106 രൂപ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റുമോ? ശരിയാണ്, നമുക്കും വാങ്ങാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു ചെറിയ ആപ്പ് വഴി. ഇപ്പോൾ ഒരുപാട് ആപ്സ് ഉണ്ടല്ലോ, നമ്മൾ മണി ട്രാൻസാക്ഷൻ ചെയ്യണ ഒരുപാട് ആപ്പ് വഴിയും 10 രൂപയ്ക്ക് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം. അതൊന്നുമല്ല. നമുക്ക് റിയൽ ആയിട്ട് ഗോൾഡ് ETF എന്ന് പറയും. നമ്മുടെ ഗോൾഡ് ഒറിജിനൽ ഗോൾഡിനെ റെപ്രസെൻ്റ് ചെയ്യണ ഒരു ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിന് വേറെ അക്കൗണ്ടൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബ്രോക്കർ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ബ്രോക്കർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രോക്കറിൽ പോയിട്ട് ഒരു ഗോൾഡ് പീസ് അടിച്ചു കഴിഞ്ഞാൽ ഏത് ഗോൾഡ് പീസ് വേണമെങ്കിൽ വരും. ഒരുപാട് ഗോൾഡ് പീസ് ഉണ്ട്, അപ്പോൾ ഏത് വേണമെങ്കിൽ വരും. നമുക്ക് നിപ്പോൺ ഇന്ത്യ ഒരു നല്ല ഗോൾഡ് ETF ആണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇങ്ങനെ വരുന്ന ഗോൾഡ് പീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നോർമൽ ഒരു ഷെയർ ബൈ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഗോൾഡ് പീസിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഗോൾഡിൽ എപ്പോഴും ഫിസിക്കലായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഫിസിക്കലും അല്ലെങ്കിൽ ബാറും ഒരു ഫിസിക്കലാണ്, അല്ലെങ്കിൽ ബോണ്ട്, ഇതിനെക്കാട്ടിയൊക്കെ ഒരു റിട്ടേൺ തരുന്ന ഒരു, അല്ലെങ്കിൽ ഒരു ഒന്നും കൂടി സെക്യൂരിറ്റി, അത് നമ്മൾ സൂക്ഷിക്കണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടൊരു ഗോൾഡ് വാങ്ങിയാൽ നമ്മൾ അതിനെ സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ലോങ് ടേമിലേക്ക്, എത്ര വർഷത്തിലേക്ക് വേണമെങ്കിലും ഗോൾഡ് വാങ്ങി സ്റ്റോർ ചെയ്താലോ, അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഗോൾഡ് വാങ്ങി വെച്ചാലോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗോൾഡ് ETF വഴി, അല്ലെങ്കിൽ ഗോൾഡ് ബീസ് വഴി നമുക്ക് ഗോൾഡ് ഏറ്റവും കുറഞ്ഞ രീതി നോക്കുക, 106 രൂപയാണ് ഗോൾഡിൻ്റെ പ്രൈസ്. ഇതൊരു റെപ്രസെൻറ്റേഷനാണ്. ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ETF ആണ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾഡിൻ്റെ പ്രൈസ് കയറിയ ഇതും, അല്ലെങ്കിൽ ഈ ഗോൾഡ് പീസും കയറും. ഗോൾഡിൻ്റെ പ്രൈസ് എപ്പോഴാണോ ഇറങ്ങുന്നത് അപ്പോഴും ഇതൊന്നും ഇറങ്ങും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലേ, കഴിഞ്ഞ ഒക്ടോബറിൽ ഏകദേശം കഴിഞ്ഞ ഓഗസ്റ്റിൽ 73,000 നിന്ന ഗോൾഡ് പ്രൈസ് ഒക്ടോബർ ഏകദേശം പകുതിയാവുമ്പോൾ, 10-ാം തീയതിയൊക്കെ ആ റേഞ്ചിലൊക്കെ ആകുമ്പോഴേക്കും സ്വർണ്ണവില 1,00,000 രൂപേൻ്റെ മുകളിലേക്ക് കടന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. എങ്ങനെയാണെന്നല്ലേ, വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഓരോ ഗോൾഡ് പീസ് നമ്മൾ ഗോൾഡ് പീസ് ഒരു ലാർജ് ക്വാണ്ടിറ്റി വാങ്ങി വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് അത് നല്ലൊരു മികച്ച ഒരു അസറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴുമാണ്. കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന, കഴിഞ്ഞൊരു ഒക്ടോബർ മാസം ഉണ്ടായിരുന്ന, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഏകദേശം 60 രൂപ, ഒരു 60 രൂപ 63 രൂപയായിരുന്നു ഗോൾഡ് പ്രൈസ്. ഇപ്പം അത് 106 രൂപയാണ്. അതും ഈ വർഷത്തെ ഹൈ എന്ന് പറയുന്നത്, ഗോൾഡ് ETF ഹൈ എന്ന് പറയുന്നത് 108.69 രൂപയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ക്യാപിറ്റലിൻ്റെ തന്നെ ഡബിൾ ആക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഗോൾഡ് പീസ്. അല്ലെങ്കിൽ ഗോൾഡിൻ്റെ എങ്ങനെയാണോ പെർഫോമൻസ്, അതുപോലെ തന്നെയാണ് ഗോൾഡ് പീസ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ നിന്ന് പെർഫോം ചെയ്ത് ഒക്ടോബറിലേക്ക് കടന്നപ്പോൾ സ്റ്റോക്ക് വല്ലാണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗോൾഡ് പീസ് വല്ലാണ്ടെങ്കിൽ കയറിപ്പോയി. പിന്നെ നേരെ ഒരു ഒക്ടോബർ ഒരു അടുത്ത ആഴ്ച, അതായത് ഒരു 10-ാം തീയതി ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോൾ ഗോൾഡ് ഒന്ന് എന്താ പറയുക, ഒരു പുൾ ബാക്ക് തന്നു. ചാർട്ടിക്ക് നോക്കുമ്പോൾ കയറിപ്പോയത് ഒരു ചെറിയൊരു പുൾ ബാക്ക് തന്നു, അല്ലെങ്കിൽ ഒന്ന് ഗോൾഡ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗോൾഡിൽ കയറിയൊന്ന് ഇറങ്ങിയതാണ്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് കയറിയപ്പോൾ ETF കയറി, അല്ലെങ്കിൽ ഗോൾഡ് പീസും കയറി. ഗോൾഡിൻ്റെ പ്രൈസ് ഒന്ന് ഇറങ്ങിയപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസും ഇറങ്ങി, ETF പ്രൈസും ഇറങ്ങി. ഇപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് ചെറിയൊരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. കാരണം 89,000 88,000 എത്തിയ ഗോൾഡ് പ്രൈസ് ഇപ്പോൾ ഏകദേശം ട്രേഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് നിയർലി 95,000 96,000 അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ കയറിയപ്പോൾ വീണ്ടും ETF കയറിയിരിക്കും. അപ്പോൾ ഗോൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു മ്യൂച്വൽ ഫണ്ടാണ്, ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് നമ്മുടെ ഗോൾഡ് പീസ്.
കണ്ട ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ടൊക്കെ തന്ന് ഇപ്പോൾ ഗോൾഡ് പീസ് കയറി കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ടും കൂടി തന്നാൽ തീർച്ചയായിട്ടും ഗോൾഡ് പീസ് ഒന്നും കൂടി പറഞ്ഞു. ഗോൾഡിൻ്റെ ചാർട്ടും ഏകദേശം ഇതുപോലെയാണ്. ഗോൾഡിൻ്റെ ചാർട്ട് കയറുമ്പോൾ ഗോൾഡ് പീസിൻ്റെ ചാർട്ടും പറഞ്ഞു. ഇതാണ് കയറിപ്പോവും. അപ്പോൾ ഇതാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്കും ഇതുപോലെ ഗോൾഡ് പീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗോൾഡിൻ്റെ ഷെയർ കയറുമ്പോൾ നമുക്കും അതിൽ നിന്നൊരു നല്ലൊരു ലാഭം ഉണ്ടാക്കാം. ഇത് നമ്മളൊരു ലോങ് ടേം വ്യൂവിലാണ് കാണേണ്ടത്. കാരണം നമുക്കറിയാലോ, ഗോൾഡ് നമ്മൾ ഒരിക്കലും ഇന്ന് വാങ്ങി ഇന്ന് സെല് ചെയ്യുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ നാളെ സെല് ചെയ്യുന്നതല്ല. ഗോൾഡ് നമ്മൾ എപ്പോഴാണോ ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുന്നത് അപ്പോഴാണ് എന്താ പറയുക നമ്മൾ ഗോൾഡ് സെല് ചെയ്യുള്ളൂ. കാരണം അങ്ങനെയാണത്, അറിയാലോ. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ഒരു ടൈമിലാണ്. അപ്പോൾ ഇനി ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അടുത്തൊന്നും ഗോൾഡിൻ്റെ പ്രൈസ് ഒന്നും കുറയില്ല. കാരണം ഇനിയൊരു കയറ്റം കയറി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് കുറയാൻ ടൈം എടുക്കും. അപ്പം ലോങ് ടേമിലേക്ക് എല്ലാവരും കാണുക ഗോൾഡ് പ്രൈസ്, അല്ലെങ്കിൽ അങ്ങനെ ETF, മ്യൂച്വൽ ഫണ്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക. അത് നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. ഏകദേശം ക്യാപിറ്റലിനൊക്കെ ഡബിളാക്കുന്ന വളരെ നല്ലൊരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗോൾഡ് പീസ്, സിൽവർ പീസ്. ഇങ്ങനെ ബീസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നോർമലായിട്ട് ഷെയർ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രോക്കറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുകയും ചെയ്യും, നമുക്ക് വാങ്ങാനും പറ്റും. ഇപ്പം 106 രൂപയ്ക്ക് 10 എണ്ണം വാങ്ങാൻ നമുക്ക് എത്ര രൂപ വേണ്ടി വരും? 1000 രൂപ. 100 എണ്ണം വാങ്ങാൻ എത്ര വേണ്ടി വരും? 10,000 രൂപ. ഞാൻ 100 രൂപേൻ്റെ ഒരു റേഞ്ചിലാണ് കേട്ടോ പറഞ്ഞത്. 106 രൂപ എന്ന് പറയുമ്പോൾ എന്താ പറയുക 1600 അല്ലെങ്കിൽ 16,000 രൂപ ഇങ്ങനെ റേഞ്ചിൽ കയറും. അപ്പോൾ ഇങ്ങനെയാണ് ഗോൾഡിൽ കയറുക. അപ്പോൾ നമുക്കൊരു 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 1000 ക്വാണ്ടിറ്റി വാങ്ങി വയ്ക്കാൻ പറ്റും. 1000 ക്വാണ്ടിറ്റി വാങ്ങി വയ്ക്കുക എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ എന്നൊക്കെ വലിയ എമൗണ്ട് ആയിരിക്കും, ശരിയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ലോങ് ടേമിലാണ്. ഒന്നായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് എല്ലാം കൂടി വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ പാർട്ടായിട്ട് SIP പോലെ ആണെങ്കിലും ETF ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് എല്ലാം മന്ത്ലി ഇത്ര ആഡ് ചെയ്യുക, എത്ര ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് പോയാലും മതി. അത് നോർമലി എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ഒരു മന്ത് ഒരു 100 ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ കൂടി ഒരു 10 മാസം തന്നെ ഒരു 1000 ക്വാണ്ടിറ്റി ആയി മാറും. അപ്പോൾ ഇങ്ങനെ മെല്ലെ ഒരു സ്ലോ ഗ്രോത്തിൽ പോയാലും മതി. ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ഗോൾഡ് ETF എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗോൾഡ് ETFിൽ ഇൻവെസ്റ്റ് ചെയ്യുക. വളരെ നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിയിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതിങ്ങളുടെ എല്ലാ ഡൗട്ടും നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഗോൾഡ് ETF തീർച്ചയായിട്ടും അടിപൊളി ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇത് നമ്മളൊരു എൻ്റെ ഒരു സ്വന്തം വ്യൂ ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡി അനാലിസിസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുന്നേ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കൂടി ചെയ്യുക. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക. ഒരു റെക്കമെൻഡേഷനായിട്ട് എടുക്കാതെ കൃത്യമായിട്ട് നിങ്ങളും പ്ലാൻ ചെയ്യാം. എങ്ങനെയാണോ കൊണ്ടുപോകുക അതുപോലെ കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ബൈ.